ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു സ്പെഷ്യൽ മേക്കപ്പ് വീഡിയോ ആണ്. ഞാൻ എൻ്റെ അമ്മയുടെ വെഡ്ഡിങ് സാരി ഒന്ന് റീസ്റ്റൈൽ ചെയ്യാൻ പോവുകയാണ്. അന്നത്തെ ലുക്കൊക്കെ ഇതൊക്കെയാണ്, പക്ഷെ ഇതിൻ്റെ റെപ്ലിക്കയല്ല, എൻ്റെ രീതിയിൽ ഞാനൊന്ന് സ്റ്റൈൽ ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഫുള്ള് കാണുക. ഇഷ്ടപ്പെട്ടെന്നാണ് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഹലോ, അപ്പം എല്ലാവരും അപ്പോൾ ഈ വീഡിയോ കാണണം, ഫുള്ളും കാണാം. ഒരു ഡ്യൂയി മേക്കപ്പാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഭയങ്കര സ്പെഷ്യൽ വീഡിയോ ആണല്ലോ. ഓക്കെ, അപ്പം ഇനി ആർക്കെങ്കിലും അവരവരുടെ കല്യാണത്തിനോ ഏതെങ്കിലും ബ്രൈഡ്സ് മെയ്ഡായിട്ടൊക്കെ അമ്മയുടെ സാരി സ്റ്റൈൽ ചെയ്യാൻ പറ്റും. സ്റ്റൈൽ ചെയ്യാം, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ ഇട്ട് പോവാം. അപ്പോൾ ഇതൊക്കെയാണ് കുറേ വിൻറ്റേജ് ഫോട്ടോസ് ഇതൊക്കെയാണ്. അപ്പോൾ നമ്മളിതിൻ്റെ റിപ്ലിക്കയല്ല, എൻ്റെ രീതിയിൽ ഞാനൊന്ന് സ്റ്റൈൽ ചെയ്യുകയാണ്. അപ്പോൾ ശരിയാവുമോ, ഓക്കെ ആവുമോ, അത് ഫ്ലോപ്പ് ആവുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വി ആർ സ്റ്റാർട്ടിങ് വിത്ത് സ്കിൻ കെയർ. സ്കിൻ കെയറിന് ആദ്യം എന്താണ് വേണ്ടത്? ടോണർ. ലോട്ടസിൻ്റെ ഒരു ടോണറാണ് യൂസ് ചെയ്യുന്നത്. കുക്കുംബർ ആൻഡ് ആലോവേര പോർ ടൈറ്റനിങ് ഫേസ് ടോണർ. അപ്പോൾ നമുക്ക് ആദ്യം അത് ചെയ്യാം. ജസ്റ്റ് മുഖത്തിന് സ്പ്രേ ചെയ്തിട്ട് ഡാമ്പ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഈ ഓപ്പൺ പോർട്സ് ഒക്കെ ക്ലോസ് ചെയ്യാനാണ് നമ്മൾ ഈ ടോണർ, എക്സ്പെഷ്യലി ലോട്ടസിൻ്റെ ടോണർ എന്ന് പറയുമ്പം പോർ ടൈറ്റനിങ് ഫേസ് ടോണറാണ്. അപ്പം നല്ലൊരു ഫ്ലോലെസ് ആയിട്ടുള്ളൊരു മേക്കപ്പ് നമുക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഞാനൊരു മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. മോയ്സ്ചറൈസറിന് നമ്മുടെ വാസ്ലിൻ്റെ ഗ്ലൂട്ടാഹയ എന്ന് പറഞ്ഞിട്ടൊരു മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഒരു 2 months ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നു. എനിക്ക് കൊള്ളാം. എൻ്റെ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ് കേട്ടോ. ഡ്രൈയും ഓയിലും കൂടി, മോസ്റ്റ്ലി ഡ്രൈ ആണ്, എന്നാലും ചെറിയ രീതിയിലൊരു ഓയിലി സ്കിന്നും കൂടെ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്. അപ്പോൾ എൻ്റെ സ്കിന്നിന് പറ്റിയൊരു മോയ്സ്ചറൈസറാണ്. ഓക്കെ, ഈ മോയ്സ്ചറൈസർ പ്രത്യേകം നമുക്ക് കയ്യിലും കാലിലും ഒക്കെ യൂസ് ചെയ്യാം. വാസ്ലിൻ്റെ ആണ്. ഓക്കെ, അപ്പം നന്നായിട്ട് മോയ്സ്ചറൈസർ ചെയ്ത് കൊടുക്കുക. എന്താ പറയണത്, ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി. എങ്ങനെയാവും ഔട്ട്പുട്ട് ഒന്നും അറിയില്ല. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഓക്കെ, മോയ്സ്ചറൈസർ ഇട്ടു. നെക്സ്റ്റ് വി ആർ അപ്ലൈയിങ് പ്രൈമർ. പ്രൈമർ ഒരുപാട് വേർത്തൊലിച്ചു പോകുന്നവർക്കാണെങ്കിൽ പ്രൈമർ ഇടണം, എന്നാലും മേക്കപ്പ് സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുകയുള്ളൂ. അപ്പം കൂടുതലും നമുക്ക് വേർക്കുന്ന സ്ഥലത്തൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കണ്ണിൻ്റെ താഴെ, എക്സ്പെഷ്യലി ഡ്യൂറിങ് സമ്മർ സീസൺ പ്രൈമർ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ സ്കിന്നിനെ സ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു പ്രൈമർ ആദ്യം ഫൗണ്ട് ഔട്ട് ചെയ്യുക. എന്നിട്ട് കണ്ണിൻ്റെ മുകളിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ഐ മേക്കപ്പിന് ഒരു ബേസ് ആവും. ഓക്കെ, അങ്ങനെ എല്ലാവരുടെടുത്തും പ്രൈമർ നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തേക്കുന്ന പ്രൈമർ എന്ന് പറയുമ്പോൾ മാർസിൻ്റെ പോർ ക്യൂർ പ്രൈമർ എന്ന് പറഞ്ഞിട്ടൊരു ജെൽ ടൈപ്പ് കൺസിസ്റ്റൻസിയുള്ള പ്രൈമറാണ്. നോക്കൂ, ഈ കൺസിസ്റ്റൻസിലാണ് വരുന്നത്, കണ്ടോ. ഒരു വാട്ടർ ഡ്രോപ്ലെറ്റ്സ് പോലെ ഇരിക്കും. ഓക്കെ, നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ വി ആർ ഡൺ വിത്ത് അവർ സ്കിൻ കെയർ പാർട്ട്. ഇപ്പം ഞാൻ പുറത്ത് പോവാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ഇഫ് യു ആർ ഗോയിങ് ഔട്ട് ആണെങ്കിൽ നിങ്ങൾ സൺസ്ക്രീൻ ഉറപ്പായിട്ടും ഇടണം. ഞാൻ ഇപ്പോൾ ഇവിടെ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് എൻ്റെ പിഗ്മെൻറ്റേഷൻസ് കവർ ചെയ്യണം. അപ്പോൾ പിഗ്മെൻറ്റേഷൻസ് കവർ ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ ഷെയ്ഡിനെ കാട്ടി ഒരു ഡാർക്കർ ഷെയ്ഡുള്ളൊരു കൺസീലറാണ് എടുത്തേക്കുന്നത്. ഇത് ഇൻസൈറ്റിൻ്റെ മേക്കപ്പ് എസെൻഷ്യൽസ് വരുന്നിട്ടൊരു ഷെയ്ഡ് വന്നിട്ട് മീഡിയം യെല്ലോ NC5. മീഡിയം യെല്ലോ NC5. ഓക്കെ, അപ്പോൾ ഇത് എൻ്റെ ഡാർക്ക് സർക്കിൾസിൽ
ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്യാം. ഡാർക്ക് സർക്കിൾസ് പിഗ്മെൻറ്റേഷൻ ഉള്ള അടുത്തെല്ലാം നമുക്ക് അപ്ലൈ ചെയ്യാം. നമ്മുടെ ഡാർക്ക് സർക്കിൾസ് കവർ ചെയ്തു. ഇനി നമ്മൾ ഡാർക്ക് കളർ കൺസീലർ വെച്ച് കവർ ചെയ്തു. ഇനി നമുക്ക് പരിപാടികളുണ്ട്. ഇനി അടുത്തത് ഇതൊരു സ്പെഷ്യൽ ലുക്കല്ല. അപ്പോൾ ഞാൻ ഇന്ന് ഫൗണ്ടേഷൻ യൂസ് ചെയ്താണ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ സ്വിസ് ബ്യൂട്ടിയുടെ ഹൈ പെർഫോമൻസ് ഫൗണ്ടേഷൻ. ഷെയ്ഡ് വന്നിട്ട് നാച്ചുറൽ ന്യൂഡാണെന്ന് തോന്നുന്നു. ദാറ്റ്സ് മൈ നോക്കട്ടെ, അതാണ് ഞാൻ വാങ്ങിച്ചത്, അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നാച്ചുറൽ ന്യൂഡ് 004 അതാണ് എൻ്റെ ഫൗണ്ടേഷൻ. അപ്പോൾ ഞാൻ നോർമലി ഫൗണ്ടേഷൻ വല്ല ഈ നമ്മുടെ ബ്രൈഡ്സ്മെയ്ഡ് ലുക്കിനൊക്കെ പോകുമ്പോൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. നോർമലി ഐ ഡോണ്ട് യൂസ് ഫൗണ്ടേഷൻ. ഓക്കെ, ലെസ് ഈസ് ദ ബെസ്റ്റ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ നോർമലി ഔട്ടിൽ പോകുമ്പോൾ ഞാൻ ജസ്റ്റ് ഈ കൺസീലർ യൂസ് ചെയ്യും. പിന്നെ നമ്മുടെ ബ്ലഷ്, ബാക്കി കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഡേയിലേക്ക് അപ്പോൾ നമുക്ക് ഫൗണ്ടേഷൻ ഉപയോഗിച്ചൊരു ലുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ വി ആർ യൂസിങ് സ്വിസ് ബ്യൂട്ടിയുടെ ഹൈ പെർഫോമൻസ് ഫൗണ്ടേഷൻ. ദ ഷെയ്ഡ് വന്നിട്ട് നാച്ചുറൽ ന്യൂഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഫൗണ്ടേഷൻ്റെ കൂടെ നമ്മൾ സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ ഒരു ഡ്രോപ്പ് ആൻഡ് ഗ്ലോ എന്നൊരു ഹൈലൈറ്റർ, ലിക്വിഡ് ഹൈലൈറ്ററും കൂടെ ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മളൊരു ഗ്ലോയി ലുക്കല്ലേ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ ഓക്കെ, ഫൗണ്ടേഷൻ എടുത്തു. കുറച്ചെടുത്താൽ മതി കേട്ടോ. എപ്പോഴും മേക്കപ്പിലെ റൂൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് എടുത്താൽ നമുക്ക് പൊട്ടി അടിച്ചതുപോലെ ആകും. ഇത് ഒരുപാട് ഷെയ്ഡുണ്ട്, ഒരു കോപ്പർ ഷെയ്ഡാണ് ഞാൻ എടുത്തേക്കുന്നത്. ഓക്കെ, ജസ്റ്റ് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. കണ്ടോ, ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് നമുക്ക് ഇട്ട് നോക്കാം. ഓക്കെ, മിക്സ് ഇറ്റ്. ഫൗണ്ടേഷൻ ഇടുമ്പോൾ നിങ്ങൾ എന്ത് ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ ഈ കണ്ണിൻ്റെ താഴെ മാക്സിമം ഒഴിവാക്കുക. അവിടെ നമ്മൾ ഇനി ഒരു കൺസീലർ വരും നമ്മുടെ വിച്ച് സ്യൂട്ട്സ് ടു അവർ സ്കിൻ ടോൺ അല്ലേ. അപ്പോൾ മാക്സിമം ഒഴിവാക്കുക. ബാക്കിയുള്ളിടത്തൊക്കെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഫൗണ്ടേഷൻ നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. കണ്ടോ, നല്ല രീതിയിൽ ഞാൻ ഒരു സ്പഞ്ച് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്തത്. നമ്മൾ വളരെ കുറച്ച് എമൗണ്ട് ഓഫ് ഫൗണ്ടേഷൻ എടുത്തിട്ടാണ് ചെയ്തത്. പിന്നെ നമുക്ക് നമ്മുടെ ഐബ്രോസ് നോക്കാം. ഐബ്രോസ് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഈ മിസ് ക്ലെയറിൻ്റെ തന്നെ ഒരു ഐബ്രോ ജെല്ലാണ്, ഒരു ഡാർക്ക് ബ്രൗൺ ഐബ്രോ ജെല്ലാണ്. എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഡോണ്ട് യൂസ് ബ്ലാക്ക്. അത് യൂസ് ചെയ്താൽ നമുക്കൊരു നാച്ചുറൽ ഫിനിഷ് കിട്ടത്തില്ല. അപ്പോൾ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് ഉപയോഗിക്കുന്നത്. ജസ്റ്റ് ഒന്ന് മൈൽഡായിട്ട് മാത്രമേ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ജസ്റ്റ് കയ്യിലെടുക്കുക, ഇങ്ങനെ ഡാമ്പ് ചെയ്യുക. ജസ്റ്റ് നമ്മുടെ ഈ ഗ്യാപ്പ് ഉള്ളിടത്തൊന്ന് ഫില്ല് ചെയ്യുക. ഐബ്രോ പാർട്ട് കഴിഞ്ഞു. ഇനി അടുത്ത കൺസീലർ എന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ ലോറിയൽ പാരീസിൻ്റെ ഒരു അടിപൊളി കൺസീലറാണ്. ഇൻഫ്ലൈമബിൾ ഫുൾ വെയർ, നല്ല ഹൈ കവറേജ് കിട്ടുന്നൊരു ഫൗണ്ടേഷനാണ്. എൻ്റെ ഷെയ്ഡ് വന്നിട്ട് 314 ബീച്ച്. അപ്പോൾ ഇനി അടുത്ത കൺസീലർ അപ്ലൈ ചെയ്യാം. നമുക്ക് ഈ ഓറഞ്ച് കറക്റ്റർ ഉപയോഗിക്കുന്നതിന് പകരമാണ് നമ്മുടെ ഈ ഷെയ്ഡിനെ കാട്ടി ഒരു 2 ഷെയ്ഡോ ഡാർക്ക് കൺസീലർ അപ്ലൈ ചെയ്ത ഓറഞ്ച് കറക്റ്റർ നമുക്ക് ഉപയോഗിക്കേണ്ട. അത് വെച്ചിട്ട് നമ്മുടെ ഡാർക്ക് സർക്കിൾസിന് ഒരു മീഡിയം കവറേജ് കിട്ടും കേട്ടോ.
than you know. അപ്പോൾ നമ്മുടെ കൺസീലർ കിട്ടു. അപ്പോൾ നമ്മളിതിന് ഐ മേക്കപ്പാണ്. ഐ മേക്കപ്പിന് ഞാനൊരു ഹുഡ ഗേൾ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ ഒരു ന്യൂഡ് പാലറ്റാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു പൗഡർ, നമ്മുടെ പൗഡറിൻ്റെ ഷെയ്ഡില്ലേ അത് വെച്ചിട്ടൊരു ബേസ് കൊടുക്കുക. ഓക്കെ, നമ്മൾ അടുത്തതൊരു ലവ് ബൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ് കൊടുക്കുന്നത്. ഒരു ബ്രൗൺ, ഡാർക്ക് ബ്രൗൺ എന്ന് പറയാം, ഒരു പിങ്കും കൂടെ ഒരു മിക്സ് ഉണ്ട്. ഓക്കെ, ഇതേപോലെ നമുക്ക് അതിൻ്റെ കണ്ണിൻ്റെ താഴെ അപ്ലൈ ചെയ്യണം. അടുത്തൊരു ഗോൾഡൻ ഷെയ്ഡ് എടുക്കുന്നുണ്ട്. ഈ ഗോൾഡൻ ഷെയ്ഡ് കണ്ടോ, എന്നിട്ട് ഇത് നടുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അതേപോലെ അപ്പുറത്തും അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഐ ലുക്ക് കംപ്ലീറ്റ് ചെയ്ത് മുകളിൽ നമ്മൾ ചെറിയൊരു വിങ്ഡ് ഐലൈനർ കൊടുത്തിട്ട് ഇത് നമ്മൾ ഈ കാജൽ തന്നെയാണ് ചെയ്തത്. ജസ്റ്റ് ഒന്ന് സ്മട്ട് ചെയ്ത് താഴെ നല്ല രീതിയിൽ സ്മട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ കോടിയല്ല, എന്നാൽ നല്ലൊരു സട്ടിലായിട്ടൊരു ലുക്ക് വന്നിട്ടുണ്ട്. നമുക്കിനി ഒന്ന് സെറ്റ് ചെയ്യണം. കണ്ണിൻ്റെ താഴെയൊക്കെ ഒരു സെറ്റിംഗ് പൗഡർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ സെറ്റിംഗ് പൗഡറൊക്കെ വെച്ച് സെറ്റ് ചെയ്തു. ഇനി നമുക്കുള്ളത് നമ്മുടെ കോണ്ടൂറിങ് പാർട്ടാണ്. കോണ്ടൂറിങ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സ്റ്റിക്കാണ് നമ്മുടെ ഇൻസൈറ്റിൻ്റെ കോണ്ടൂർ ഹൈലൈറ്റർ സ്റ്റിക്കാണ്. നല്ലതാണ് കേട്ടോ, കുറേ നാളുകൊണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു സൈഡിൽ ഹൈലൈറ്റർ, ഒരു സൈഡിൽ കോണ്ടൂറിങ് പാർട്ടാണ്. അപ്പോൾ ആദ്യം ഒരു ക്രീം കോണ്ടൂറാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കോണ്ടൂർ ചെയ്യാം. ഇനി അടുത്ത് ബ്ലഷാണ് നമ്മൾ ചെയ്യുന്നത്. ബ്ലഷ് നമ്മൾ മാർസിൻ്റെ ഒരു ലിക്വിഡ് ബ്ലഷാണ് എടുത്തേക്കുന്നത്. നല്ലൊരു പീച്ച് ഷെയ്ഡാണ്. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാം. നല്ലൊരു അടിപൊളി ഷെയ്ഡാണ് കേട്ടോ, കണ്ടോ, അതൊരു പീച്ച് ഷെയ്ഡാണ്. നമുക്ക് എവറി ഡേ യൂസിനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി ഷെയ്ഡാണ്. അതിൻ്റെ കൂടെ ഈ ഹൈലൈറ്റർ, നമ്മുടെ സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഹൈലൈറ്ററിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലുക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ലിപ്സ്റ്റിക്കും കൂടി ഇടണം. ഈ നോസിൻ്റെ നടുക്കും ഇവിടെയൊക്കെയും കൂടെ കുറച്ച് ലിക്വിഡ് ഹൈലൈറ്റർ അപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്കിനി ലിപ്സ്റ്റിക്ക് നോക്കാം. ജസ്റ്റ് മാർസിൻ്റെ ഒരു മസ്റ്റ് ഹാവ് ആയിട്ടുള്ള എല്ലാ ലിപ്സ്റ്റിക് ഷെയ്ഡ്സിൻ്റെ കൂടെ പോകുന്ന ഒരു ലിപ് ലൈനറാണ് എഡ്ജ് ഓഫ് ഡിസയർ. ഓക്കെ,
അപ്പോൾ അതിൻ്റെ എഡ്ജ് ഓഫ് ഡിസയർ ഷെയ്ഡ് വന്നിട്ട് ചോക്കോ ബട്ടർ 14. ഒരു ഡാർക്ക് ഷെയ്ഡായിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ് ഇടുന്നത്. കളർ എസൻസിൻ്റെ മഹാഗണി LTP18, ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ്. അപ്പോൾ മെറൂണും അല്ല, ഒരു റെഡ് വൈൻ ഷെയ്ഡാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. നല്ല ഡാർക്ക് ലിപ് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്, ചോക്കറും അതിന് സെയിം ആയിട്ട് കൊടുത്തിട്ടുണ്ട്, റെഡ് ബാംഗിൾസ് ഇട്ടിട്ടുണ്ട്, പിന്നെ നമ്മൾ മുടി ഇങ്ങനെ ഇത് കെട്ടിയിട്ട് പൂ വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ചോക്കർ വന്നിട്ട് മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചത്. നിങ്ങൾ എന്താ പറയുക, അമ്മയുടെ അത്രയും നിർത്തിയില്ല, എന്നാലും നമുക്കിപ്പോൾ ഒരു വെഡിങ്ങിന് പോകാനൊക്കെ നമുക്ക് സാരി റീസ്റ്റൈൽ ചെയ്യുന്നെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു പ്ലെയിൻ ഈ സാരി, ഈ ബനാറസി ഒരുപാട് വെയിറ്റുള്ളൊരു സാരിയാണ്. അതുകൊണ്ട് ഒരു സിമ്പിൾ പ്ലെയിൻ ബ്ലൗസാണ് ഞാൻ ഇതിൽ സ്റ്റൈൽ ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എനിക്ക് ഈ ലുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ കമൻസൊക്കെ പറയുക. അപ്പോൾ എന്താ, പ്ലീസ് ടു സപ്പോർട്ട്. വീഡിയോ കാണുക, ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പ്ലീസ് ടു സപ്പോർട്ട്. അപ്പോൾ വീഡിയോ ഫുള്ളും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ദെൻ ടാറ്റാ ബൈ ബൈ, സീ യു.